ങ്ങൾ എന്നിവയെല്ലാം മടി, അലസത ഇവയെല്ലാം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടവം രാശിയിലുള്ള മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ഈ ദോഷങ്ങളെല്ലാം മാറുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, മകയിരം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ശനിദോഷം ഇല്ല. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങളുടെ ശനിദോഷം മാറുന്നു. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക്, അവസാന പകുതിയിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ശനിദോഷം തുടങ്ങുന്നു. നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങൾ ജനിച്ച രാശി ഏതെന്നറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മെസ്സേജിലൂടെ തന്നെ മറുപടി തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ദോഷം ഇപ്പോൾ തുടങ്ങുകയാണ്. ഈ മിഥുനം രാശിയിൽപ്പെട്ട് വരുന്ന മകയിര നക്ഷത്രക്കാർക്ക് വരുന്ന ശനിദോഷത്തിന് പരിഹാരം എന്ന വണ്ണം നിങ്ങൾ ശാസ്താ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും വഴിപാടർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.